മുഖ്യമന്ത്രിയായാൽ എന്താ പൊളിക്കുമോ? ഇല്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണല്ലോ കോൺഗ്രസിലെ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇപ്പോഴിതാ സാക്ഷാൽ ശശി തരൂർ വരെ മുഖ്യമന്ത്രി കസേരയ്ക്കായി ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്. ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന ആലോചനയിൽ മറ്റ് ചില കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രി സ്വപ്നവും പേറി ഇപ്പോൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിലം പതിക്കും. അപ്പോൾ വളരെ അനായാസമായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു UDF ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലേറുമെന്ന 100% ആത്മവിശ്വാസവും പേര് നടക്കുന്നവരാണ് കോൺഗ്രസിൽ ഭൂരിഭാഗം നേതാക്കളും UDFിലെ മറ്റു ഘടകകക്ഷികളും. അവരും വിശ്വസിക്കുന്നു 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം UDFിന് തന്നെയാണെന്ന്. ഇതേ ചിന്താഗതി തന്നെയായിരുന്നു 2021 ഇവർക്കെല്ലാം ഉണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി കുപ്പായവും മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉപമുഖ്യമന്ത്രി സ്ഥാനവും ധരിച്ചിരുന്നതാണ്. അത്രയേറെ ആത്മവിശ്വാസമായിരുന്നു ഇവർക്കെല്ലാം, പ്രത്യേകിച്ച് കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമൊക്കെ ഉണ്ടായിരുന്നത്. സത്യത്തിൽ ഇവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമായിരുന്നല്ലോ പണ്ട് മുതലേ കേരളത്തിൽ ഉണ്ടായിരുന്നതും. 5 കൊല്ലം കൂടുമ്പോൾ ഭരണം മാറുക എന്ന ഒരു പ്രക്രിയ. എന്നാൽ 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ വീണ്ടും 2021 കേരളത്തിൽ അധികാരത്തിൽ തുടർന്നതാണ് UDF നേതാക്കളെ ആകെ ഇങ്ങനെ മാനസികമായി തളർത്തിയത്. അധികാരമില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസോ UDFോ നിലനിൽക്കില്ല എന്നൊരു തിരിച്ചറിവിൽ കഴിഞ്ഞ 4 കൊല്ലം ഇവിടെ കോൺഗ്രസും കൂട്ടരും അവരുടെ സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസവും കയറി ഇക്കൂട്ടർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമ്പൂർണ്ണ പരാജയമായിരിക്കും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്ന ഒരു വിധിയെഴുത്ത് ഇവർ എന്നേ നടത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് അടുത്ത തവണയും LDF സർക്കാർ തന്നെയായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്തകൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വാർത്ത ഇവിടെ അധികാരം സ്വപ്നം കണ്ടു നടക്കുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അത് സഹിക്കാവുന്നതാണോ? ഒരിക്കലുമല്ല. അതാണിപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത നൽകിയ ഒരു ദേശീയ ഇംഗ്ലീഷ് ദിനപത്രത്തിനെതിരെ കേരളത്തിൽ നിന്നുമുള്ള കോൺഗ്രസിന്റെ നേതാവും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ ഇപ്പോൾ രംഗത്ത് വന്നത്. ശുദ്ധ അസംബന്ധമായിട്ടുള്ള വാർത്തയാണിതെന്നും ഇത് ഇവിടെയുള്ള വോട്ടർമാരെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പറഞ്ഞ വേണുഗോപാൽ ഇനിയും ദിനപത്രം ഇത് ആവർത്തിച്ചാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. സത്യത്തിൽ വേണുഗോപാലിന് മാത്രം ഇത്രയേറെ ഇങ്ങനെ സംഭ്രമം വന്നത് എന്ത് എന്നൊരു ആലോചനയിലാണ് കോൺഗ്രസിലെ പല നേതാക്കളും, പ്രത്യേകിച്ച് ചെന്നിത്തലയ്ക്കും സതീശനുമെല്ലാം. ഒരു മാധ്യമം ഇങ്ങനെയൊരു വാർത്ത നൽകിയതിനെതിരെ ഇത്രയേറെ ഇങ്ങനെ വാദങ്ങൾ നടത്തുന്നത് എന്തിന്? ഓരോ മാധ്യമങ്ങളിലെയും ഇത്രയേറെ വാർത്തകൾ ഇങ്ങനെ വസ്തുനിഷ്ഠമായതും അല്ലാത്തതുമായിട്ടുള്ളതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വരില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞതിന് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഈ KC വേണുഗോപാൽ. സത്യത്തിൽ ഇവിടെ സതീശനും ചെന്നിത്തലയ്ക്കും ഇപ്പോഴിതാ ശശി തരൂരിന് വരെ മുഖ്യമന്ത്രി കസേര ഇങ്ങനെ സ്വപ്നം കാണുന്നതിൻ്റെ ഒരു പരിപൂർണ ഉത്തരവാദി ഈ KC വേണുഗോപാൽ തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ UDFിനെ കേരളത്തിൽ അധികാരത്തിലേറുവാൻ സാധിച്ചാൽ ഹൈക്കമാൻഡിന്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പേര് നിർദ്ദേശിക്കപ്പെടേണ്ട ഒരാളാണ് KC വേണുഗോപാൽ എന്നത്. അത് KCക്കും അറിയാം, ബുദ്ധിയുള്ള കോൺഗ്രസിലെ മറ്റു പല നേതാക്കൾക്കും അറിയാം. വേണുഗോപാലിൻ്റെ ഇപ്പോഴത്തെ ദേശീയ നേതൃത്വത്തിലുള്ള ഒരു സ്വാധീനം തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മുട്ടനാടുകളെ കൊണ്ട് തമ്മിലടിപ്പിച്ചിട്ട് അതിനിടയിൽ നേട്ടം കൊയ്യുവാൻ KC തയ്യാറാവുന്നത്. അതുകൊണ്ട് തന്നെ UDF കേരളത്തിൽ അടുത്ത തവണയും അധികാരത്തിൽ വരില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു പോയാൽ അത് KCക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. അതിൽ KC പ്രതികരിക്കും, ഏതറ്റം വരെ അദ്ദേഹം പോവുകയും ചെയ്യും.